പാലക്കാട് ചെർപ്പുളശ്ശേരി നെല്ലായിയിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാണെന്ന് പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മരമില്ലിൽ പടർന്ന തീ 5 മണിക്കൂറിലേറെ നീണ്ട ശ്രമത്തിനൊടുവിലാണ് അണയ്ക്കാൻ കഴിഞ്ഞത്. നിർത്തിയിട്ട വാഹനങ്ങളടക്കം പലതും കത്തി നശിച്ചു. വിവരങ്ങൾ നിഖിൽ പ്രമേഷ് നൽകും. തത്സമയം പാലക്കാട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് നെല്ലായിലെ മരമില്ലിൽ തീ പടർന്നു പിടിക്കുന്നതായി കണ്ടെത്തിയത്. പ്രദേശവാസികളാണ് ആദ്യം ഇത് അറിയുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിലൂടെ കടന്നുപോയ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളും ഈ മരമില്ലിനുള്ളിൽ തീ പിടിക്കുന്നതായി കണ്ടു. ഉടനെ തന്നെ മില്ലുടമയെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. 4 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് ഏതാണ്ട് 5 മണിക്കൂറോളം എടുത്താണ് ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. അത്രയധികം സ്ഥലത്തേക്ക് തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ഷൊർണൂർ, പെരിന്തൽമണ്ണ, പട്ടാമ്പി, കോങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം, ഈ തീ പടർന്നു പിടിക്കുമ്പോൾ ഈ മില്ലിനുള്ളിൽ ജീവനക്കാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരിക്കെ പോലും അതിന് പുറത്തുണ്ടായിരുന്ന 2 വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. മരങ്ങൾ വ്യാപകമായി കത്തി നശിച്ചു. വലിയ നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണ് തീ പടർന്നു പിടിക്കാനുള്ള കാരണം എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമല്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ ഒന്നും തന്നെ ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടുള്ള വിവരങ്ങളും ലഭ്യമായിട്ടില്ല. എന്തായാലും 5 മണിക്കൂറോളം എടുത്ത് വളരെ ശ്രമകരമായൊരു ദൗത്യമായിരുന്നു തീ അണയ്ക്കൽ എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും തീ അണയ്ക്കാൻ ഏതാണ്ട് 7 മണിയോടുകൂടി തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ തീ പടർന്നു പിടിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സമീപത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അതായത് വീടുകളൊക്കെയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. എന്തായാലും ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് സാഹചര്യം. തീ പൂർണ്ണമായി അണച്ചു കഴിഞ്ഞു. എന്താണ് തീപിടുത്തത്തിനുണ്ടായ കാരണം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.